റെഡ് വാളണ്ടിയർ മാർച്ച് വരുന്നത്. അതിന് പിന്നാലെ മുഖ്യമന്ത്രിയും ഒപ്പം എം വി ഗോവിന്ദനും പ്രകാശ് കാരാട്ടും നയിക്കുന്ന തുറന്ന ജീപ്പിലെ ജാഥ അതിന് തൊട്ടുപിറകിൽ PB അംഗങ്ങളായ MA ബേബിയും A വിജയരാഘവനും ഉണ്ട്. അതിനും തൊട്ടുപിറകിലായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് പിൻപിൽ സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ. അതിനു പിന്നാലെ കൊല്ലത്തേതുൾപ്പെടെയുള്ള CPIM-ന്റെ സാധാരണക്കാരായ പ്രവർത്തകർ എന്നിങ്ങനെയാണ് ഈ ചെങ്കൊടി കയ്യിലേന്തി കൊല്ലം നഗരത്തിലെ അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കടലാക്കിക്കൊണ്ട് കടന്നു പോകുന്നത്. അതിന് ഒരല്പം ഒരു വളവ് കൂടി കഴിയുന്നതോടുകൂടി ആശ്രാമ മൈതാനമാണ്. പക്ഷെ ആശ്രാമ മൈതാനത്തേക്ക് എത്താൻ എത്ര സമയമെടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ചിന്നക്കടയ്ക്കും ആശ്രാമ മൈതാനത്തിനും നടുവിലുള്ള റെസിഡൻസി റോഡിലൂടെ ഈ ജാഥ ഇങ്ങനെ അടിവെച്ച് കടന്നു വരികയാണ്. പല വഴികളിൽ നിന്നും ചേർന്ന ചെറുപുഴകൾ അതൊരു വലിയ കടലായി, ഒരു ചെങ്കടലായി മാറി അത് ഇവിടേക്ക് ഒഴുകി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ വഴിയരികിൽ നിന്നും ചിത്രങ്ങൾ പകർത്തുന്നത് കൂടി നമ്മൾ നേരത്തെ കണ്ടത്. PM മാർഷോയെ നേരത്തെ ഈ റാലിയുടെ ചിത്രം പകർത്തുന്നത് കണ്ടിരുന്നു. അതിനിടയിൽ ഒരു കണ്ണാടി വെച്ചൊരു മനുഷ്യൻ ഒരു പ്രായം ചെന്നൊരു മനുഷ്യൻ ഒറ്റയ്ക്ക് നിന്ന് മുഖ്യമന്ത്രിക്ക് സമീപമെത്തി റെഡ് സല്യൂട്ട് കോമ്രേഡ് എന്ന മുദ്രാവാക്യം ഉയർത്തുന്നത് കണ്ടു. അങ്ങനെയുള്ള പല കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞു. അങ്ങനെ ആൾക്കൂട്ടം, ഒരു അലകടലായ ഒരു ആൾക്കൂട്ടം CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. വലിയ ചർച്ചകൾ, വലിയ വിമർശനങ്ങളൊക്കെ ഈ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന് 100-100 മാർക്ക് എന്നുള്ളതായിരുന്നു CPIM-ന്റെ സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ നൽകിയത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാകട്ടെ പക്ഷേ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു. പ്രത്യേകിച്ചും കണ്ണൂർ പാർട്ടിയായി പ്രാദേശിക വികാരം MV ഗോവിന്ദൻ കാണിക്കുന്നു എന്നുള്ളതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ MV ഗോവിന്ദന് നേരിടേണ്ടി വന്നു. അതേസമയം അടുത്ത തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ നയിക്കാൻ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ മറ്റാരുമില്ല എന്നുള്ളതും, ഒപ്പം തന്നെ ഒരു നവകേരളം എന്നുള്ളതിൻ്റെ നയരേഖ കൂടി അവതരിപ്പിക്കുകയും ചെയ്ത് അങ്ങനെ ഒരു അടുത്ത മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളൊരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളി ആശ്രാമത്ത് മുഴങ്ങുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങോട്ടേക്ക് എത്തിയതിൻ്റെ അലയൊലിയാണോ ആ മുദ്രാവാക്യം വിളി എന്നറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ആകാശ ദൃശ്യങ്ങൾ നോക്കിയാൽ വ്യക്തമാകും. കൊല്ലത്ത് ഒരു മഹാസമുദ്രം, ഒരുപക്ഷെ പല വഴികളിൽ വളഞ്ഞൊഴുകിയെത്തുന്ന വലിയ ചുവന്ന പുഴകൾ അങ്ങോട്ടേക്ക് ചേർന്ന് വലിയ ചെങ്കടലാവുന്ന ദൃശ്യങ്ങൾ കാണുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൻ്റെ മുൻനിരയിലുണ്ട്. അവിടുത്തെ കൊല്ലത്തെ ചെങ്കുടിക്ക് അതിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അത് ഈ പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ, ഇടതുപക്ഷ ആശയങ്ങളുടെയൊക്കെ, അതിൻ്റെ സാംസ്കാരിക ആശയങ്ങളുടെയൊക്കെ ആഴത്തിൽ വേരോട്ടമുള്ള, അല്ലെങ്കിൽ ഇടതുപക്ഷ മനസ്സ് സൂക്ഷിക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം എന്ന് ഉറപ്പായും നിസ്സംശയം പറയാം. അതിൻ്റെ പ്രകടനം, അതിൻ്റെ പ്രതിഫലനം ഉറപ്പായും CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രകടമാകുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊക്കെ, അതിന് ഈ ഫോർവേഡ് ബ്ലോക്ക് ആവട്ടെ, RSP ആവട്ടെ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊക്കെ വേരോട്ടമുള്ള മണ്ണാണ് കൊല്ലം. അവിടുത്തെ ജന്മിവാഴ്ചയ്ക്കെതിരെ ഒരു നാടും അവിടുത്തെ പരമസാധു മനുഷ്യരും പൊറുതിമുട്ടി ജീവിതം കൊണ്ട് പ്രതിരോധം തീർത്ത ശൂരനാട് കലാപം അല്ലെങ്കിൽ ശൂരനാട് വിപ്ലവം, അവിടെ ശൂരനാട് ഉയർന്ന ചെങ്കൊടികളൊക്കെ ഇതിൻ്റെ പിന്മുറയിൽ, ഇതിൻ്റെ ഇപ്പോഴുള്ള ചെങ്കൊടിയുടെ മുൻഗാമികളാണെന്ന് ഉറപ്പായി പറയാം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ചോര ചിന്തുന്ന ഏടാണ് ശൂരനാട് സമരമെന്ന് ഉറപ്പായും പറയാം. അടൂർ പോലീസ് ക്യാമ്പിലെ അതിക്രൂര മർദ്ദനങ്ങളിൽ ശൂരനാട്ടെ 5 കർഷക തൊഴിലാളികൾ കൊല്ലപ്പെട്ടതും അതിനെ തുടർന്ന് അന്ന് മുതലേ അതിന് കാമ്പോട് കൂടി അതിൻ്റെ ചെങ്കനൽ ഹൃദയത്തിൽ സൂക്ഷിച്ച നാടാണ് കൊല്ലം. ആ കൊല്ലത്ത് ആയിരക്കണക്കിന് ചെങ്കൊടികൾ ആശ്രാമ മൈതാനത്ത് അണിനിരക്കുന്നു. അങ്ങോട്ടേക്ക് എത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടിയിൽ ചോദ്യം ചെയ്യാത്ത ഒരേ ഒരു നേതാവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദ വൺ ആൻഡ് ഓൺലി പിണറായി വിജയൻ എന്ന സ്റ്റാറ്റസിലേക്ക് അദ്ദേഹം ഉയരുന്നു. ഏതെങ്കിലും തരത്തിൽ ശക്തിക്ഷയം ഉണ്ടാവുന്നില്ല പിണറായി വിജയന്. ഏതെങ്കിലും തരത്തിൽ നേരത്തെ ഇടയ്ക്കൊരു സമയത്ത് PV അൻവറൊക്കെ ഇറങ്ങുമ്പോൾ PV അൻവർ നീക്കങ്ങളൊക്കെ ഏതോ ചില കേന്ദ്രങ്ങളുടെ മുൻനിരയിൽ നിൽക്കുകയാണ് PV അൻവർ എന്നൊക്കെ കേട്ടിരുന്നു. അതിനെ തുടർന്നാണ് ചർച്ചയിൽ പിണറായി വിജയൻ്റെ കാലം കഴിയുന്നോ എന്നൊക്കെയുള്ള ചർച്ചകൾ സജീവമായിരുന്നു. ഒന്നും ഉണ്ടായില്ല. CPM-ൽ വളരെ ശക്തനായി ഒരു ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവായി പിണറായി വിജയനെ മാറ്റി നിർത്തിയാൽ പകരം ഒരു മുഖ്യമന്ത്രി മുഖമാരുണ്ട് CPM-ൽ എന്ന ചോദ്യം ഒരിക്കൽ കൂടി ക്ലാരിറ്റിയോടെ ഉയർത്തക്ക തന്നെ രീതിയിൽ ചോദ്യങ്ങളില്ലാത്തൊരു നേതാവ് എന്ന നിലയ്ക്ക് പിണറായി വിജയൻ പാർട്ടിക്ക് എല്ലാമാകുന്നു. 98-ൽ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ മുതൽ പാർട്ടിയിൽ തുടർന്നിരുന്ന പൂർണ്ണമായ സമഗ്രാധിപത്യം ഏതെങ്കിലും തരത്തിൽ ഈ കാലത്തിലുടനീളം ഒരു വീഴ്ചയും ഉണ്ടാകുന്നില്ല. VS-ന്റെ കാലത്ത് VS പ്രഭാവം അതിശക്തമായി നിന്ന കാലത്ത് പോലും കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ, കൃത്യമായ
ചിട്ടയായ സംഘടനാ പ്രവർത്തനത്തോട് പാർട്ടി തൻ്റെ കൈവശം തന്നെ നിർത്തിയ ചരിത്രമുണ്ട് പിണറായി വിജയൻ. മുഖ്യമന്ത്രിയായതിനു ശേഷം അതിന് മാറ്റമില്ല. അതിന് ആ ശക്തി അരക്കിട്ടുറപ്പിക്കുന്നതിന് കൊല്ലം സംസ്ഥാന സമ്മേളനം ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിക്കുന്നു എന്ന പ്രത്യേകത കൂടി രാഷ്ട്രീയമായി ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രത്യേകതയാണ്. സംസ്ഥാന സമ്മേളനത്തിൽ സമാപനം കുറിച്ചുകൊണ്ട് കൊല്ലം ആശ്രാമ മൈതാനിയിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിനായ പാർട്ടി പ്രവർത്തകരുടെ ചിത്രങ്ങളാണ്, ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ആകാശ ദൃശ്യങ്ങളടക്കം കാണുന്നത്. ഇപ്പോൾ ആകാശ ദൃശ്യങ്ങളിലാണ് എത്രത്തോളം വിപുലമാണ്, എത്രത്തോളം സജീവമാണ് കൊല്ലത്തെ പാർട്ടി, എത്രത്തോളം ചിട്ടയായ സംഘടനാ പ്രവർത്തനമാണ് കൊല്ലത്തുണ്ടായത്. ഇത് ഓൺ എ ഫൈൻ ഡേ ഇതെങ്ങനെ സംഭവിക്കുന്നതല്ല. 100 അടിത്തട്ടിലെ നേതാക്കളുടെ മാത്രമല്ല 100 അടിത്തട്ടിലെ സാധാരണ പ്രവർത്തകരുടെ കഠിനാധ്വാനം കൂടിയാണ് ഈ പൊതുസമ്മേളനമൊക്കെ ഇത്തരത്തിൽ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നത്. അല്ലാതെ കൊല്ലത്ത് പാർട്ടിക്ക് സ്വാധീനമുണ്ട്, അതുകൊണ്ട് സ്വതവേ എല്ലാം അങ്ങ് നന്നാവും എന്ന് കരുതിയിരിക്കൽ സാധ്യമല്ല. ഇത് അടിത്തട്ടിൽ വളരെ ആഴത്തിൽ പ്രവർത്തിച്ചുണ്ടാക്കിയെടുക്കുന്ന ഒരു വിജയമാണ്. അത് CPM-നെ എല്ലാ പാർട്ടികളുടെയും ഇത്തരത്തിലുള്ള സംസ്ഥാന സമ്മേളനമൊക്കെ വിജയിപ്പിക്കുന്നത് പേരറിയാത്ത ആയിരക്കണക്കിനായ പാർട്ടി പ്രവർത്തകരുടെയൊക്കെ കഠിനാധ്വാനം കൊണ്ടുകൂടിയാണ്. അപ്പോൾ ഈ വലിയ ജനാരവത്തിൽ പേരറിയാതെ മുഖമറിയാതെ അല്ലെങ്കിൽ ഫേമസ് അല്ലാത്ത ആയിരക്കണക്കിനായ പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനമുണ്ട്. കാലങ്ങളായി നീണ്ട മാസങ്ങളായി നീണ്ട കഠിനാധ്വാനം ഈ വിജയത്തിന് പിന്നിലുണ്ട് എന്നുകൂടി സ്മരിക്കണം. ശ്രീത്ത് വിവരങ്ങൾ ചെയ്യുന്നു. ശ്രീത്ത്, എന്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നില്ല. കൊല്ലത്തെ ഈ ജനബാഹുല്യം, ഈ ചെങ്കടലാരവം നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. എന്തായാലും ദൃശ്യങ്ങളിൽ അത് പ്രകടമാകുന്നു. അതിൻ്റെ പ്രൗഢി ഒട്ടുമേ ചോരാതെ. ഇനിയിപ്പോൾ പൊതുസമ്മേളനത്തിൻ്റെ തുടക്കമാണ്. അവിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് ആകാംക്ഷ. ശ്രീത്, ഹാഷ്മി, കൊല്ലത്തെ CPM-ന്റെ സംഘടനാ ശക്തി വിളിച്ചോതുന്നത് അതിന് തക്കെയുള്ള ഒരു ജനക്കൂട്ടമാണ് ആശ്രാമം മൈതാനിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 18 ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള പ്രവർത്തകരാണ് വിവിധ സ്ഥലങ്ങളിലായി ചെറിയ പ്രകടനങ്ങളായി ആശ്രാമം മൈതാനിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാഷ്മിക്ക് അറിയാവുന്ന പോലെ വളരെ വിശാലമായ ഒരു സ്ഥലമാണ് ഈ ആശ്രാമം മൈതാനി. എത്ര ആളുകൾ വന്നാലും ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും വിസ്തൃതിയിൽ നഗരമധ്യത്തിൽ വളരെ പരന്നു കിടക്കുന്ന ഭൂമിയാണിത്. ഇവിടേക്ക് ആളുകൾ എത്ര വന്നാലും അത്ര കൊണ്ട് ആളുകൾ വന്നു എന്ന് സംശയം തോന്നും. എന്നാൽ നമുക്കിതിൻ്റെ ആകാശ ദൃശ്യങ്ങളിൽ നിന്നറിയാം വലിയ ഒരു ആൾക്കൂട്ടം കൊണ്ട് ഈ ആശ്രാമം മൈതാനി നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. റെഡ് വാളണ്ടിയർ പരേഡുകൾ മാത്രം ഏതാണ്ട് 25,000 ആളുകളാണ്, റെഡ് വാളണ്ടിയർമാരാണ് ഇവിടേക്ക് മാർച്ച് ചെയ്ത് 18 ഏരിയ കമ്മിറ്റികളിലായി എത്തുന്നത്. 18 ഏരിയ കമ്മിറ്റികളിൽ 10 ഏരിയ കമ്മിറ്റികൾ മാത്രമാണ് ഇതിനകം തന്നെ ഈ ആശ്രാമം മൈതാനിയിലേക്ക് എത്തിച്ചേരുന്നത്. മൊത്തം 2 ലക്ഷം ആളുകളെയാണ് ഇവിടേക്ക് ഇന്ന് CPM പ്രതീക്ഷിക്കുന്നത്. കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രമല്ല സമീപ ജില്ലകളായ തിരുവനന്തപുരത്തു നിന്നും അപ്പോൾ തന്നെ ആലപ്പുഴയുടെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ആളുകൾ ഇവിടേക്ക് കാണാൻ വരുന്നുണ്ട്. ഈ പ്രകടനം വീക്ഷിക്കാൻ വരുന്നുണ്ട്. അത്തരത്തിൽ പ്രധാന പ്രകടനം ഇപ്പോൾ ഈ ആശ്രാമം മൈതാനിയിലേക്ക് എത്തിക്കഴിഞ്ഞു. സംസ്ഥാന നേതാക്കൾ മുൻനിരയിൽ അണിനിരക്കുന്ന പ്രധാന പ്രകടനം ഇപ്പോൾ ആശ്രാമം മൈതാനിയുടെ ഏറ്റവും പ്രധാന കവാടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഇവിടെ എത്തിച്ചേർന്നാലുടൻ പൊതുസമ്മേളനത്തിന് പരിപാടികൾ ആരംഭിക്കും. 5:30 ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പ്രകടനം പൂർത്തിയാകാത്തത് കൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം തന്നെയാകും ഈ പൊതുസമ്മേളനത്തെ ഇളക്കി മറിക്കാൻ പോകുന്നത്. കേരളത്തിലെ CPM കൈവരിച്ച സംഘടനാപരമായ ശക്തിയുടെയും നേട്ടത്തിന്റെയും കരുത്ത് വിളിച്ചോതുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയിൽ ഉണ്ടാകും. ഒപ്പം സർക്കാർ അടുത്ത തുടർഭരണം ലക്ഷ്യമാക്കി നീങ്ങുന്ന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള പ്രഖ്യാപനങ്ങളും ആഹ്വാനങ്ങളും പിണറായിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിണറായി വിജയനെ കേൾക്കാനും അദ്ദേഹത്തെ കാണാനുമായിട്ടാണ് ഈ വന്നിരിക്കുന്ന ആളുകൾ നല്ലൊരു വിഭാഗവും ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ആയിരക്കണക്കിനായ ആളുകൾ, ആയിരക്കണക്കിനായ സഖാക്കൾ, പാർട്ടി പ്രവർത്തകർ ആശ്രാമത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കുറേയധികം കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ ഒരു മണിക്കൂറായി കാണുന്നു. ഒരു 2 മണിക്കൂർ മുമ്പ് ഏതാണ്ട് ശൂന്യമായിരുന്ന ആശ്രാമം ഒരു 1.5 മണിക്കൂറിനിപ്പുറം അതൊരു വലിയ ചെങ്കടൽ, ഒരു മനുഷ്യ മഹാസമുദ്രമാകുന്നു. അവിടെ ആ മനുഷ്യ മഹാസമുദ്രത്തിന് ചുവന്ന നിറമാണ്. ഈ സായാഹ്നത്തിൽ ആശ്രാമം അങ്ങനെ ചുവന്നു തുടുത്തു നിൽപ്പാണ്. അങ്ങോട്ടേക്ക് ഇപ്പോഴും എത്തുകയാണ്. കയ്യിൽ ചെറുതും വലുതുമായ, നീളമേറിയതും ചെറുതുമായ ചെങ്കൊടികൾ എന്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് ആയിരക്കണക്കിനായ പാർട്ടി പ്രവർത്തകർ എത്തിച്ചേരുകയാണ്. നമ്മൾ നേരത്തെ കണ്ടു ഒരുപക്ഷെ ഗതാഗത നിയന്ത്രണത്തിനടക്കം ഒരു ഏകീകൃത റാലി, ഒരു ഏകീകൃത ജാഥ എന്നത് പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളിൽ നിന്നായി ഒഴുകിയെത്തി ഇങ്ങോട്ടേക്ക് ആശ്രാമത്തേക്ക് എത്തുക എന്നതായിരുന്നു പദ്ധതി. അതിന് പ്രകാരം തന്നെ പ്രധാനപ്പെട്ട 4 കേന്ദ്രങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരെ കണ്ടു. ഏരിയ കമ്മിറ്റികൾക്ക് കീഴിൽ പ്രത്യേക ചെറുപൂരങ്ങൾ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ ആളുകളെ നമ്മൾ കണ്ടു. അതോടൊപ്പം
സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മലപ്പുറത്തു നിന്നും കോഴിക്കോട് നിന്നും അടക്കം വടകരയിൽ നിന്നടക്കമുള്ള പാർട്ടി പ്രവർത്തകർ നമ്മളോട് പ്രതികരിച്ചു. തൃശ്ശൂർ അടക്കം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയ പാർട്ടി പ്രവർത്തകരുണ്ട്. അവരെല്ലാം കൂടി ചേരുമ്പോൾ ആശ്രാമത്ത് ഒരു മനുഷ്യ മഹാസമുദ്രം അവിടെ തീർക്കുകയാണ്. ഒരു ചെങ്കടൽ വേലിയേറ്റത്തിന് ആശ്രാമം നമ്മളിപ്പോൾ അവിടെ സാക്ഷ്യം വഹിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, MV ഗോവിന്ദൻ അടക്കം ആ പാർട്ടിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് 3 ലീഡേഴ്സ് അതിൻ്റെ മുൻനിരയിലെ തുറന്ന ജീപ്പിലുണ്ട്. അവർ ആശ്രാമത്തേക്ക് എത്തുന്നതോടുകൂടി ഈ പറയുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിന് തുടക്കമാവുകയാണ്. പൊതുസമ്മേളനത്തിൽ ഉറപ്പായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകൾക്ക് തന്നെയാണ് അക്ഷമയോടുകൂടി അവിടെ ആയിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമാവുന്നത് ഈ സംസ്ഥാന സമ്മേളനത്തിന് ഏറ്റവും സജീവമാക്കുന്ന ആ ഫാക്ടർ തന്നെയാണ്. പാർട്ടിയുടെ പ്രഖ്യാപിത പതിറ്റാണ്ടുകളായി നിന്നിരുന്ന പ്രത്യയശാസ്ത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ആ നയത്തിൽ നിന്നും ചെറുതായി ഒന്ന് മാറുന്നുണ്ടോ ഈ സെസ്സിലടക്കമുള്ള കാര്യത്തിൽ ഈ നവകേരള നയരേഖയിൽ അതേത് രീതിയിലാണ് മുഖ്യമന്ത്രി അവിടെ വിശദീകരിക്കുക എന്നുള്ള കാര്യം അതിശ്രദ്ധേയമാണ്. 100 ചെങ്കൊടികൾ ആശ്രാമത്ത് ഒരു ചെങ്കടൽ തീർക്കുന്ന മണിക്കൂറുകളാണ്.